ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇതൊരു എക്സാമിൻ്റെ CUT എക്സാമിൻ്റെ സബ്ജക്ട് സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് മുൻപ് നമ്മൾ 2 പാർട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പാർട്ട് ഒന്ന് വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതായത് നമ്മളിനി വരുന്ന 2, 3, 4 വർഷം പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റികളാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങൾ അത്രയും കൊല്ലം അവിടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ഒരു പേപ്പർ ആൻഡ് പെൻ എടുത്ത് എഴുതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനെ ആദ്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പം നമുക്കൊരു ഇൻ്റർനാഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ജേർണലിസത്തിൽപ്പെട്ട കോഴ്സുകളാണ് താല്പര്യമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഒരു പേപ്പറിനകത്ത് ഇന്ന കോഴ്സുകളാണ് എനിക്ക് താല്പര്യം എന്ന് ലിസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ, ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്യുക എന്നും രണ്ടാമത്തെ ഓപ്ഷൻ കോഴ്സ് ലിസ്റ്റ് ചെയ്യുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റുഡൻറ്റ് ആദ്യത്തെ ഓപ്ഷൻ വെച്ച് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റിന് തോന്നി ഇതിനകത്ത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ആ ഡൽഹി യൂണിവേഴ്സിറ്റിക്കകത്താണ് എനിക്ക് പഠിക്കാൻ ഏറ്റവും അധികം താല്പര്യം. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് നമ്മുടെ പ്ലാൻ എ എന്ന് പറയുന്നത്. അപ്പം ഒരു അവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജേർണലിസം എന്നുള്ളൊരു കോഴ്സ് കിട്ടിയാലും കുഴപ്പമില്ല. എൻ്റെ ഉദ്ദേശം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പഠിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് ലെവലിലാണ് നിങ്ങൾ കോഴ്സുകൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന കോഴ്സേ പഠിക്കുള്ളൂ എന്ന് നിർബന്ധം എനിക്കില്ല. ചില കുട്ടികൾക്ക് ഇന്ന കോഴ്സ് വേണം എന്ന് കമ്പൽസറി പറയുന്നതാണ്, വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ചില കുട്ടികൾക്കും ഉണ്ടാവും ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പേ പഠിക്കൂ, ഞാൻ ഹിസ്റ്ററി പഠിക്കുള്ളൂ അല്ലെങ്കിൽ സോഷ്യോളജിയെ പഠിക്കുള്ളൂ. പക്ഷേ ചിലർ വിചാരിക്കുന്നത് എന്തായിരിക്കും, ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലേ പഠിക്കത്തുള്ളൂ എന്ന് ഒരു നിർബന്ധമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവിടെ എനിക്ക് ഈ ജേർണലിസത്തിൽപ്പെട്ട ഏത് കോഴ്സ് കിട്ടിയാലും എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പിക്ക് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിക്ക് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിടക്കുന്നതിനനുസരിച്ചൊരു 48ാമത്തെ നമ്പറിലോ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി കിടക്കുമെന്ന് വിചാരിക്കുക. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പോയി അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഒരു വലിയൊരു PDF തുറന്നു വരും. അപ്പോൾ ഈ PDF-നകത്ത് തന്നെ ഇപ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നു ഇപ്പോൾ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്സ് ജേർണലിസത്തിൽ പെടുന്ന പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, ഹിസ്റ്ററി എന്നിവയുടെ കാറ്റഗറീസ് എല്ലാം ഈ കോഴ്സുകളാണ് എനിക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് സെർച്ച് ആ കോഴ്സ് എവിടെയാണ് ഉള്ളത് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ കുറേ ലാംഗ്വേജ് ആണ് കിടക്കുന്നത്, പേർഷ്യൻ, പഞ്ചാബി അല്ലെങ്കിൽ റഷ്യൻ, അതൊക്കെ പോട്ടെ. അത് പോയി നമുക്ക് ആവശ്യമുള്ള ജോഗ്രഫി അല്ലെങ്കിൽ ഹിന്ദി, ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ 20, 21 ഒരു എക്സാക്ട് നമ്പർ അല്ല. ദെൻ സപ്പോസ് നിങ്ങൾ വിചാരിക്കും ഒരു 20, 21 നമ്പറിൽ ഹിസ്റ്ററി കിടപ്പുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കത് ഓക്കെയാണ്, ഹിസ്റ്ററി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 20ാമത്തെ 21ാമത്തെ നമ്പർ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കിടക്കുകയാണെങ്കിൽ ആ ഇഷ്ടപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ആണെന്ന പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിക്ക് ചെയ്യുക. ഇതാണല്ലോ ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം, ഇത് കൊള്ളാം. അതിന് താഴെ കിടക്കുന്ന BA ഓണേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ഇതെല്ലാം ജേർണലിസത്തിൽപ്പെട്ട കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ 21 എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് മാർക്ക് ചെയ്ത് വെച്ച് എനിക്കിഷ്ടപ്പെട്ട ഒരു കോഴ്സിന് നിങ്ങൾ സെലക്ട് ലിസ്റ്റിൽ ഇടാം. പിന്നെ നമ്മളങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് അതർ ഓപ്ഷൻസ് വരുമ്പോൾ ആ നമ്പറും കൂടി നിങ്ങൾ പിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളെന്ന കുട്ടി എന്ത് ചെയ്യണം, നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റീസ് ഓഫ് ഡൽഹിയിലെ കോഴ്സുകൾ കംപ്ലീറ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ പ്ലാൻ A ആണ്. അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ ഒരു അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അടുത്തത് നോക്കേണ്ടത് ആദ്യത്തെ താല്പര്യത്തിൽ വരുന്ന ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്ററി എന്തൊക്കെ വിഷയങ്ങൾ എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏത് PDF തുറക്കുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ്. അതായത് 12ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു പാസ്സാകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പരീക്ഷ എഴുതിയാൽ മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ കിടക്കുന്നത്. എവിടെയാണ്, അതായത് ഇപ്പുറത്തെ സൈഡിൽ CUT പറയുന്നു എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ 11ലും 12ലും പഠിച്ച എന്താണുള്ളത് ഞങ്ങളുടെ വിഷയമേ അല്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോകണമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് 11, 12ൽ പഠിച്ച വിഷയങ്ങൾ തന്നെ ആയിരിക്കണം. ഇനി എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇങ്ങനൊരു നിയമം
ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും PDF എടുത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ട്രിക്സുകൾ ഇതിനകത്ത് കിടപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെക്ക് ചെയ്തില്ല എങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ വിഷമിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിയമങ്ങൾ പലതാണ്. അപ്പോൾ അവരെന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കണക്കിന് നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് മിസ്സാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അടുത്ത പാർട്ടിൽ ഒരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇൻസൈറ്റ് 360 മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാവുന്നതാണ്.